Good morning, students. Today we are going to discuss the 7th chapter, Getting to Know Plants, Part 2. Okay. അപ്പോൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നമ്മൾ ഹെർബ്സ് എന്താണ്, shrubs എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, ട്രീ എന്താണെന്നെല്ലാം നമ്മൾ പഠിച്ചു. അതേപോലെ ഒരു ലീഫിന്റെ പാർട്സ് നമ്മൾ പഠിച്ചു അല്ലെ. പെറ്റിയോൾ, ലാമിന, അതുപോലെ റെട്ടിക്കുലേറ്റ്, പാരലൽ വെനേഷൻ ഉണ്ട്, മിഡ്രിബ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി 4 ആണ്. അതിൽ ട്രാൻസ്പിറേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ട്രാൻസ്പിറേഷൻ. We will require herb, 2 transparent polythene bags and thread. നമുക്ക് എന്തൊക്കെ വേണം? ഒരു polythene bag വേണം, ഒരു thread വേണം, അതുപോലെ ഒരു herb വേണം, ഒരു ചെറിയൊരു plant വേണം. Do this activity daytime on Sunday. Sunny day ചെയ്യണം, നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് തന്നെ ചെയ്യണം. Use a healthy well watered plant. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ എടുക്കുക. Enclose a leafy branch of the plant in the polythene cover and tie it in the mouth. നമ്മൾ ഒരു പോളിത്തീൻ കവറിലേക്ക് നല്ല വേരോട് തന്നെ അതിനെ പറിച്ചെടുത്തിട്ട് അതിനൊരു പോളിത്തീൻ കവറിൽ ഇട്ടിട്ട് കെട്ടി വെക്കാം. Tie the mouth and another empty polythene cover and keep it also in the sun. എന്നിട്ട് എന്ത് ചെയ്യാം? ആ മൗത്ത് നല്ലപോലെ കെട്ടി വെച്ചിട്ട് നമ്മൾ അവിടെ കീപ് ഇറ്റ് ഓൾസോ ഇൻ ദ സൺ, അവിടെ തന്നെ ഇങ്ങനെ സൂര്യന്റെ വെളിച്ചം തട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ വെക്കുക. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ഒബ്സർവ് ദി ഇന്നർ സർഫസ് ഓഫ് ദ കവർ. കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഈ കവറിന്റെ ഉള്ളില് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് കുറെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ സാധിക്കും. How do you think they got there? Do not forget to remain the polythene bag after the activity. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇങ്ങനെ ഒരു നമുക്ക് കാണുവാൻ സാധിക്കും? അതെങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. വാട്ടർ കംസ് ഔട്ട് ഓഫ് ലീവ്സ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ ബൈ ദ പ്രോസസ് കോൾഡ് ട്രാൻസ്പിറേഷൻ. ആ വാട്ടർ ആ ലീഫിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ എന്നുള്ള ഫോമിലാണ് അതാണ് ആ പ്രോസസ്. വാട്ടർ ലീഫിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പോളിത്തീൻ ബാഗിൽ ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ ടൈ ചെയ്ത് വെച്ചത്. അപ്പൊ ആ പോളിത്തീൻ ബാഗിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? Water comes out of leaf in the form of vapor by the process called transpiration. ലീഫിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വന്നു, ആ പ്രോസസ്സിനെ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നു. അടുത്തത് ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 നമ്മൾ ഒരു ബീക്കർ വേണം, ഓക്കെ, ടെസ്റ്റ് ട്യൂബ് വേണം, ബർണർ വേണം, വാട്ടർ വേണം, ഈ ഗ്ലാസ് വാഷ് വേണം, അയഡിൻ സൊല്യൂഷൻ ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പൊ ഒരു ലീഫിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഇടുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് സ്പിരിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്ന നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഗുഡ് എക്സ്പെരിമെന്റ് ആയിരുന്നു. പക്ഷെ ചെയ്ത് നോക്കാൻ ഇപ്പം നമുക്ക് പറ്റില്ല. അപ്പൊ നിങ്ങൾ ആ ഫിഗർ നോക്കുക, അതിനകത്ത് ഒരു ടെസ്റ്റ് ട്യൂബ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഒരു ലീഫിനെ എടുത്തിട്ടു, അതേപോലെ എന്ത് ചെയ്തു? കുറച്ച് സ്പിരിറ്റും ആഡ് ചെയ്തു. Now place the test tube in a beaker, half filled water. എന്നിട്ട് ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിൽ ഹാഫ് ഫിൽഡ് വാട്ടർ ഉള്ള ഒരു ബീക്കർ എടുത്തു, എന്നിട്ട് ബർണറിന്റെ അടിയിൽ വെച്ച് നമ്മൾ അതിനെ ഇങ്ങനെ ചൂടാക്കി. Heat the beaker till the green color of the leaf comes out into the spirit in the test tube. ആ ഗ്രീൻ കളർ മൊത്തമായിട്ട് ആ ലീഫിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വരെ എന്ത് ചെയ്യുക? നമ്മള് അതിനെ ചൂടാക്കുക. ടേക്ക് ഔട്ട് ദ ലീഫ് കെയർഫുള്ളി ആൻഡ് വാഷ് ഇറ്റ് ഇൻ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യുക? ആ ലീഫിനെ പുറത്തേക്ക് എടുത്തിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. പ്ലേസ് ഇറ്റ് ഓൺ ദ വാഷ് ഗ്ലാസ് ആൻഡ് pour some iodine solution. അങ്ങനെ അതിനൊരു ഒരു വാഷ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പാത്രം, അതിലേക്ക് നമ്മൾ അതിലേക്ക് വെച്ചിട്ട് അതിനകത്ത് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചെടുക്കുക. അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചെടുക്കുന്ന സമയത്ത് എന്തായിരിക്കും കാണുക? നമുക്കൊരു ബ്ലാക്ക് കളർ കാണാൻ പറ്റും. ബ്ലാക്ക് കളർ കാണാൻ പറ്റുന്നതിന്റെ കാരണം എന്താണ്? ഈ ലീഫിന്റെ ലീഫ് ഉണ്ടാക്കുന്ന ഫുഡാണ് എന്ത്? ലീഫ് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫുഡാണ് സ്റ്റാർച്ച്. അപ്പൊ സ്റ്റാർച്ച് അവിടെ ഉണ്ട്, അത് ലീഫ് ഫുഡ് ഉണ്ടാക്കി സ്റ്റാർച്ച് ഫോമിലാണ് ലീഫ് ഫുഡ് ഉണ്ടാക്കുക. 5th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാർച്ച് ഫോമിലുള്ള ഫുഡ് ആ ലീഫിൽ പ്രസൻസ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ബ്ലാക്ക് കളർ. We saw the slice of raw potato also show the presence of starch. ഒരു റോ പൊട്ടറ്റോ എടുത്തിട്ട് നമ്മൾ
ഇതേപോലെ സ്റ്റാർച്ച് ഒഴിച്ച് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടും. അതും സ്റ്റാർച്ച് ആണ്. പൊട്ടറ്റോ ഗെറ്റ്സ് ഈ സ്റ്റാർച്ച് ഫ്രം their leaves and stored. ഈ പൊട്ടറ്റോസിനൊക്കെ എങ്ങനെയാണ് ലീഫിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാന്ന് നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പൊ ഈ പൊട്ടറ്റോയുടെ ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എങ്ങോട്ടെത്തി? അതിന്റെ ലീഫിൽ നിന്ന് എവിടെ പോയിട്ട് സ്റ്റോർ ആയി? പൊട്ടറ്റോയുടെ ഫോമിൽ അത് സ്റ്റോർ ആയി വെച്ചു. അങ്ങനെയാണ് നമ്മൾ ആ പൊട്ടറ്റോ എടുക്കുന്നത്. ഓക്കെ, ലീഫ് പ്രിപ്പയർ their food in the presence of sunlight and a green colored substance present in them. So for this they also use water and carbon dioxide. അതായത് ഒരു നമ്മുടെ ലീഫിന് എന്തൊക്കെ വേണം? സൺലൈറ്റ് വേണം, പിന്നെ ഒരു ഗ്രീൻ കളർ സബ്സ്റ്റൻസ് ഉണ്ട്, അത് ആ ഇലയിൽ തന്നെ ഉണ്ടാവും, അത് വേണം, പിന്നെ വാട്ടറും വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇതിത്തെ ഈ 4 കോമ്പോണന്റ് ഉണ്ടായാൽ മാത്രമേ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ഓക്സിജൻ ഈസ് ഗീവൺ ഔട്ട് ഓഫ് ദീസ് പ്രോസസ്. അവർ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തു സൺലൈറ്റിന്റെ പ്രസൻസിൽ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഒരു സാധനം ആ ഇലയിലുണ്ട്, പിന്നെ വാട്ടറും വേണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ അവർ ചേർന്ന് അവരൊരു ഫുഡ് ഉണ്ടാക്കുന്നതാണ് സ്റ്റാർച്ചിന്റെ ഫോമിലുള്ള ഫുഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? അവര് പുറത്തേക്ക് വിടും. ആ ഓക്സിജൻ എന്ത് ചെയ്യും? നമ്മളെല്ലാരും ബ്രീത്ത് ചെയ്യും, അല്ലെ? Okay. The food prepared by leaves ultimately gets stored in different part of the body. ഈ ഫുഡ് പല പല രീതിയിലാണ് നമ്മുടെ ഓരോ ചെടികളിലും എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ചിലത് റൂട്ടിലേക്ക് പോയിട്ട് റൂട്ടിന്റെ അവിടെ ചെറിയ കിഴങ്ങ് രൂപങ്ങളിൽ, ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ പറഞ്ഞു, പൊട്ടറ്റോ, ആ കിഴങ്ങ് രൂപത്തിൽ അത് പോയി സ്റ്റോർ ചെയ്യും. ചിലത് ലീഫ് തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ എവിടെയാണ് അതിന്റെ ഏറ്റവും നല്ല ഫുഡ് ഉള്ളത്, അങ്ങനെയാണ് നമ്മൾ ആ ലീഫിന്റെ അല്ലെങ്കിൽ ആ ചെടിയുടെ പാർട്സ് നമ്മൾ ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. We have seen the stem supply leaf with water. ഈ സ്റ്റെമ്മിലൂടെയാണ് ഈ വാട്ടർ വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ വാട്ടർ ഏത് കൂടിയാ വരുന്നത്? സ്റ്റെമ്മിലൂടെയാണ് വരുന്നത്. ലീഫ് യൂസ് ദ വാട്ടർ ടു മേക്ക് ഫുഡ്. ലീഫ് എന്ത് ചെയ്യും? ആ വാട്ടറിനെ എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കും. ലീഫ് ഓൾസോ ലൂസ് വാട്ടർ ത്രൂ ട്രാൻസ്പിരേഷൻ. എന്നിട്ട് ഈ വാട്ടറിനെ അവര് പുറത്തേക്ക് വിടുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ ആവശ്യമില്ലാത്ത വെള്ളത്തിന് എന്ത് ചെയ്യും? ട്രാൻസ്പിരേഷൻ വഴി പുറത്തേക്കും വിടും. അതാണ് നമുക്ക് എന്ത് ഫോംസ് കാണുന്നത്? നമ്മളെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നേരത്തെ എക്സ്പെരിമെന്റിൽ കണ്ടില്ലേ? അങ്ങനെ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി റൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. സെലക്ട് 2 plant in the same kind of open ground and dig them out with the root and take care that their root do not break. 2 പ്ലാന്റ്സ് എടുക്കുക. ഒന്നിന് റൂട്ട് ഇല്ലാണ്ട് ഒന്ന് റൂട്ട് ഉള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്ത് അതിനെ ഡിഗ് ചെയ്ത് നമ്മളൊരു പോട്ടിൽ വെക്കുക. പ്ലാന്റ് one of them in pot A, cut off the root, and other plant plain pot B. കട്ട് ചെയ്ത റൂട്ട് പോട്ട് എയിലും പോട്ട് ബി എന്ന് പറയുന്നത് കട്ട് ചെയ്യാത്ത പ്ലാന്റിലും വെച്ചേക്കുക. അപ്പൊ ഏത് പ്ലാന്റ് ആയിരിക്കും വളരുക? നമുക്ക് എന്തായാലും ഉറപ്പാണ് റൂട്ടിലൂടെയാണ് അവര് മിനറൽസും വാട്ടറും എല്ലാം. നമ്മൾ ചെടീന്റെ ചട്ടിയിലാണല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ആ റൂട്ടിലൂടെയാണ് ഇവര് വാട്ടർ ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഏത് ചെടിയായിരിക്കും വളരുക? പോട്ട് എയിലാണോ പോട്ട് ബിയിലാണോ? പോട്ട് ബിയിലായിരിക്കും അല്ലേ? ഓക്കെ, ഇനി ആക്ടിവിറ്റി 7. ടേക്ക് 2 ബൗൾ. 2 ബൗൾ എടുക്കുക. ബൗൾ എടുത്തതിന് ശേഷം പ്ലേസ് സം വെറ്റ് കോട്ടൺ ഇൻ ദ. നമ്മൾ 2 വെറ്റ് കോട്ടൺ ഇല്ലേ, പഞ്ഞി, അതെടുത്ത് വെക്കുക. പുട്ട് 3 or 4 seed of gram in one and maize in another. എന്നിട്ട് എന്ത് ചെയ്യാ? മെയ്സും നമ്മള് അതേപോലെ ഗ്രാമും, മെയ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ചോളത്തിന്റെ ഇതും, അതേപോലെ ഗ്രാമും നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് ഇട്ട് വെക്കുക. എന്നിട്ട് keep the cotton wet by sprinkling water every day. നമ്മൾ എല്ലാ ദിവസവും വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കാണാൻ പറ്റും? അതിനകത്ത് നിന്ന് റൂട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ പറ്റും. After a week, try to separate the young plant from the cotton. Was not easy to separate the cotton from. നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോ അതിങ്ങനെ നമ്മുടെ കോട്ടണിൽ ഇങ്ങനെ ആ റൂട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ടിങ്ങനെ വലിച്ചെടുക്കാൻ നമുക്ക് പറ്റാതെ ആവും. അതെന്താണ്? ഇതേപോലെ തന്നെയാണ് പ്ലാന്റ്സിന്റെ റൂട്ട്സ് നമ്മുടെ സോയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെടീനെ വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അത്രയും സ്ട്രെങ്ത് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഓക്കെ, ആക്ടിവിറ്റി 7.
ഇനി ആക്ടിവിറ്റി 8ലേക്ക് പോവുക. സ്റ്റഡി ഇതിലൊന്നുമില്ല, വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കെയർഫുള്ളി മേക്ക് look at the root at the ground plan you have pulled out and the cotton in a previous activity. Do they look like the same root? ഇനി റൂട്ട് നോക്കിക്കേ, രണ്ടും ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ, റൂട്ട് രണ്ടും ഒരേപോലെയല്ലോ. ഒന്നിന് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ നാരുകളുണ്ട്, എന്നാൽ ഒന്നിന് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റൂട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് റൂട്ടിന്റെ ആണെന്ന് നിങ്ങൾക്ക് ഇത് ഈ പിക്ചറിൽ ഒന്ന് എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാ. എ എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് ആയിരിക്കും? മേസ് ആണോ ഗ്രാം ആണോ? അത് നിങ്ങൾ ആ ചിത്രം നോക്കിക്കേ, ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവില്ലേ. ബി എന്ന് പറയുന്നത് ഗ്രാം ആണ്, മറ്റേത് മേസ് ആണ്. അപ്പൊ ഈ രണ്ടിന്റെയും റൂട്ടിന് എന്തുണ്ട്? വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ മനസ്സിലാക്കി. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, എങ്ങനെയൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ പറയും. അപ്പൊ ഇനി അത് നോക്കാം അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഓരോന്നാണ് പഠിച്ചത്. റൂട്ടിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നു എന്നൊരു ആക്ടിവിറ്റിയിൽ പഠിച്ചു. റൂട്ടുകൾ തമ്മിൽ ഡിഫറെന്റ് ആണെന്ന് പഠിച്ചു. റൂട്ടാണ് ചെടീനെ ഉറപ്പിച്ച് നിർത്തുവാനുള്ളത് എന്നും പഠിച്ചു. ഇനി ആക്ടിവിറ്റി 9 നോക്കിക്കേ. Go to an open ground where mainly wild plants are growing. Dig out few bars of the soil root and observe them. Do you find that all of them have either kind of root? ഇതേപോലെ നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ട് ചെടികളെ, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ ഉള്ള ചെടികളെ നമ്മൾ എടുക്കുക, എന്നിട്ട് പറിച്ചു നോക്കുക. പറിച്ചു നോക്കുന്ന സമയത്ത് റൂട്ടിന് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ റൂട്ടുകൾക്ക് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് ആക്ടിവിറ്റി 8ൽ നമ്മൾ കണ്ടു അല്ലെ. ബേസിന്റെ ഗ്രാമിന്റെയും റൂട്ടിന് വ്യത്യാസമുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ റൂട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 ആയിട്ടാണ് കാണുന്നത്. നമുക്ക് അതെന്തൊക്കെയാന്ന് നോക്കാം. ഫോർ റൂട്ട് കൈൻഡ് ഓൺ ദ മെയിൻ റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട്. മെയിൻ റൂട്ടിനെ നമ്മൾ ടാപ്പ് റൂട്ട് പറയും. അത് റൂട്ട് മെയിൻ ആയിട്ട് റൂട്ട് അതിനകത്ത് പോകുന്നുണ്ട്, കണ്ടോ? മെയിൻ ആയിട്ട് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, ആ റൂട്ടിനെ നമ്മള് ടാപ്പ് റൂട്ട് എന്ന് പറയും. അതേപോലെ ആ റൂട്ടിന് പിന്നെയും ചെറിയ 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 നാരുകളായിട്ടുള്ള റൂട്ട് ഉണ്ട്. ആ സ്മോളർ റൂട്ടിനെ നമ്മൾ ലാറ്ററൽ റൂട്ട്സ് എന്നാണ് പറയുന്നത്. പ്ലാന്റ്സ് വിത്ത് റൂട്ട് ആർ ഷോൺ ഇൻ 17 feet do not have the main root. പക്ഷെ ഈ ചെടിയിൽ നോക്കിക്കേ, ഈ ചെടിയിൽ നമുക്ക് മെയിൻ റൂട്ട് കാണാനില്ല അല്ലെ. മെയിൻ റൂട്ട് അല്ലാണ്ട് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള റൂട്ട്സ്. ആ റൂട്ടുകളെ roots are similar and these are called fibrous root. Roots seem similar and these are called fibrous root. ആ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈബ്രസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സെന്ററിലൂടെ പോകുന്ന ആ കറക്റ്റ് റൂട്ട്. അതിനകത്ത് കുറെ കുഞ്ഞു കുഞ്ഞു റൂട്ടുകൾ ഉണ്ട്, അതിനെ ലാറ്ററൽ റൂട്ട് എന്നും. പിന്നെ ഈ ടാപ്പ് റൂട്ടും അല്ല ലാറ്ററൽ റൂട്ടും അല്ല, എല്ലാവരും ഏകദേശം ഒരുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള റൂട്ട് ആണെങ്കിൽ അതിനെ ഫൈബ്രസ് റൂട്ട് എന്നും പറയാം. ഓക്കെ, we have learned the root observe water. അപ്പൊ എന്തൊക്കെയാ ചെയ്യും? root absorb water, minerals from the soil and let the stem contact these two leaves, other part of the plant. The leaves prepare food. അപ്പൊ ഈ റൂട്ട് എന്ത് ചെയ്യും? മിനറൽസും വാട്ടർ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? സ്റ്റെമ്മിലൂടെ പ്ലാന്റ്സിന്റെ ലീവ്സിലേക്ക് കൊടുക്കും. ലീവ്സ് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. The food travel through the stem and stored in different parts of the body. എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്ത ഫുഡ് വീണ്ടും സ്റ്റെമ്മിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. We eat some of this as root. ചിലവർ അത് റൂട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ലൈക്ക് ക്യാരറ്റ്. ക്യാരറ്റ് ഒക്കെ എവിടെയാ? റൂട്ടിന്റെ അറ്റത്താണ് അല്ലെ ക്യാരറ്റ് ഉണ്ടാവുക. റാഡിഷ്, സ്വീറ്റ് പൊട്ടറ്റോ, ടെർണിപ്പ്, ടാപ്പിയോക്ക. ടാപ്പിയോക്ക ഒക്കെ നിങ്ങൾ എന്താണ് പൂള നമ്മളിങ്ങനെ ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് റൂട്ടിനകത്താണ് ആ ഫുഡ് പോയി സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് അല്ലെ. വി ഓൾസോ ഈറ്റ് മെനി അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് വേർ ഫുഡ് ഈസ് സ്റ്റോർഡ്. ചിലതിന്റെ ലീഫ് നമ്മൾ കഴിക്കാറുണ്ട്, ചിലതിന്റെ സ്റ്റെമ്മ നമ്മൾ മുറിച്ച് വെച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ എവിടെയാണ് ഈ ഫുഡ് സ്റ്റോർ ചെയ്ത് കിടക്കുന്നത് ആ ഭാഗമായിരിക്കും നമ്മൾ കഴിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. താങ്ക് യു.